ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലക്കുളത്തിലേക്കാണ് പോകുന്നത്. വെറുതെ അല്ല കേട്ടോ അവിടെ പോകുന്നത്. അവിടെ മീനുകളൊക്കെ ഉണ്ട്. അതിനായിട്ട് ബിസ്ക്കറ്റ് വെള്ളത്തിനുള്ളിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അവർ അത് തിന്നിട്ട് പോകും കേട്ടോ. വലിയ മീനാണ് ഏകദേശം. ഞാൻ എപ്പോഴും വന്ന് നോക്കാറുണ്ട് കേട്ടോ. അതിനേക്കാൾ നമുക്ക് എന്തായാലും അമ്പലക്കുളത്തിലേക്ക് പോകും. ഇതാണ് ഞാൻ പറഞ്ഞ കുളം, മേലെടുത്ത് തീർത്ത കുളം. ഇവിടെ ഇപ്പോൾ എറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അത് പിന്നെ ഇത് മീനൊക്കെ വന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഇട്ടും. ഇപ്പോൾ വെള്ളമൊക്കെ കൂടിയതിനെ കൊണ്ട് കുറേ മീനുണ്ടാവും കേട്ടോ. ഈ വലിയ മീൻ വരണമെങ്കിൽ ലെക്ക് ഉണ്ടാവണം. ഞങ്ങൾക്ക് ഇതാ ഇപ്പോൾ ചെറിയ ചെറിയ മീനാണ് കേട്ടോ വരുന്നത്. ഇനിയിപ്പോൾ വരും, ഇട്ടിട്ടിട്ട് വരും കേട്ടോ. ഇവിടെ എല്ലാ ആൾക്കാരും കൂടി വരുന്നത് ഇതിനിങ്ങനെ തീറ്റിട്ട് കൊടുക്കാനാണ്. നല്ല രസമുണ്ട്. കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ കുത്തിക്കൊണ്ടുപോകും. ഞാനെന്താന്ന് വെച്ച് നോക്കട്ടെ കയ്യിൽ. നമുക്ക് ഒന്ന് വെച്ച് നോക്കാം. ആയിക്കില്ലടി കാണില്ലല്ലേ. ഞങ്ങളെ ശ്രമം നഷ്ടപ്പെട്ട പപ്പ ഇനി നോക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ നടക്കാം. പപ്പ മീനിടുന്നു, അതൊക്കെ മമ്മി തിന്നുന്നു. ഇത് മീനാണോ അല്ലെങ്കിൽ മത്സ്യക്കുട്ടിയാണോ? ഇതാ പോകുന്നു ഗൈസ്. പപ്പ ഇങ്ങനെ കടലിൽ തരുന്നവരാണ്. കുളം ചുറ്റി നടക്കാണ് പപ്പ. ഇവിടെ ഇവിടെ തുടങ്ങിയാണ് അങ്ങനെ പോയി ഇങ്ങെത്തി. എന്താ പൈസ പോകുന്നു. ഇതിനിപ്പോൾ ചുറ്റിപ്പല്ലാതെ വരാൻ തോന്നുന്നു. മീനെ കാണും. എന്തൊക്കെ പറയുന്നു കേട്ടോ. അവിടെ മീനുണ്ട് കേട്ടോ. ഇവിടെ അതൊക്കെ വളർത്തുന്ന മീനാണ്. എൻ്റെ അടുത്ത് കാണാം. നെറ്റിട്ട് വളർത്തലുണ്ട്. നമ്മുടെ മീൻ പോകുന്നു. ഇത് ഈ അടുത്ത് നടത്തിയ പ്രതിഷ്ഠയാണ്. പൂ കിട്ടത് അതിന്റെ ഇത് വെള്ളറ്റാണ്. എൻ്റെ ബാക്കിലുള്ള ഈ ഒരു സ്ഥലമാണ് കേട്ടോ. പള്ളിയാർക്കല് മഞ്ഞത്താലപ്പൊലി തുടങ്ങി അങ്ങോട്ട് പോകുന്ന സ്ഥലത്താട്ടോ. കാട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാട് പിടിച്ചെടുക്കാൻ കേട്ടോ. ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് ഇവിടെ വൃത്തിയാക്കി ഉണ്ടാവും. കാട് ഒരൊറ്റൊന്നും ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ പപ്പയ്ക്കും ജാനിക്കും മീൻ വന്ന് ബിസ്ക്കറ്റ് തിന്നാത്തതിൻ്റെ നിരാശയിൽ നിൽക്കുകയാണ് കേട്ടോ. ഓർക്ക് കമ്പനിയായിട്ട് ഒരു പ്രാവുണ്ട് നിരാശയോടെ നിൽക്കുന്നത്. ഇതാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴി. വേറെ അമ്പലത്തിൽ പോകണമെന്നുള്ള കഥയാണ്. ഇത് വീട്ടിലേക്ക് വേറെ ഒരു വിശാലാവ് പോകുന്ന ചർച്ചയിലാണ് പോകുന്നില്ല കേട്ടോ. വെറുതെ ഇത് നമ്മുടെ വീടല്ല ഗൈസ്. പക്ഷെ നമ്മൾ വരെ വീട്ടിൻ്റെ മുറ്റത്തൂടെയാണ് നമുക്ക് പോകേണ്ടത്. ചെറുത് വലുതുമായിട്ട് ഈ സാധനം ഇങ്ങനത്തെ കിടക്കുന്നുണ്ട്. നല്ല ആത്തച്ചക്ക നല്ലോണം വളർന്ന് നന്നായിട്ടൊരു മുളകുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് ഇത് കാണാൻ. കുറെ നേരമായിട്ട് പപ്പ ഞങ്ങൾ കഥ പറയുന്നതിന് പപ്പ ഇത് വലിയ പണി. അപ്പം ഗായ്സ്, എൻ്റെ മരുന്നൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി കാലിന് തേക്കട്ടെ. അപ്പം എന്ത് വീട് അത്രേ ഉള്ളൂ.